ഇതിനിടെ തെക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ പടരുന്ന കാട്ടുതീ ഇപ്പോഴും ശക്തമായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഇത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തുടരുന്നുണ്ട്. ഫ്രാൻസിലും സ്പെയിനിലുമായി 3 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിനകം മാറ്റിപ്പാർപ്പിക്കപ്പെട്ടത്. വരാനിരിക്കുന്ന മണിക്കൂറുകൾ കൂടുതൽ ദുഷ്കരമാകും എന്ന സ്പെയിൻ്റെ മുന്നറിയിപ്പ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് കാസ്റ്റജോ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിലെ താപനില വീണ്ടും ഉയരുമെന്നാണ് സൂചന. മനു ചേരുന്നുണ്ട്. മനു, അതിശക്തമായ കാട്ടുതീയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ ചൂട് കൂടിയതുമൊക്കെ ഇതിന് കാരണമാണ്. മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള വാദങ്ങൾ മറുവശത്തുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ കാട്ടുതീക്ക്? രഞ്ജിത്ത്, ഈ സ്പെയിൻ പ്രധാനമന്ത്രിയുടെ ആ പ്രഖ്യാപനം തന്നെ, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം തന്നെ ഇതിൻ്റെ വ്യാപ്തി വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വരാനിരിക്കുന്ന മണിക്കൂറുകൾ വളരെ ദുഷ്കരമായ മണിക്കൂറുകളാണ് എന്ന് പെഡ്രോ സാഞ്ചസ് പറയുമ്പോൾ അത് ആ പ്രദേശത്തൊക്കെയുള്ള പ്രതിസന്ധിയുടെ ഒരു നേർചിത്രമാണ്. ഫ്രാൻസിൽ ഒരുപക്ഷെ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയും ഭീകരമായി ആളുകളെ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ നിലയ്ക്കാണ് കാട്ടുതീ പടരുന്നത്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം മനുഷ്യരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഫ്രാൻസിലും സ്പെയിനിലുമാണ് ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുള്ളത്. 3.5 ലക്ഷത്തിലധികം ഏക്കർ പ്രദേശത്ത് തീ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇറ്റലിയിലും ഇപ്പോഴിതിൻ്റെ സൂചനകൾ കണ്ടു. അവിടെയും ടൂറിസ്റ്റുകൾ പല കാട്ടുതീക്ക് നടുവിൽ കുടുങ്ങിയവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കാട്ടുതീ യൂറോപ്പിനെ ആ നിലയിൽ വലിയ തോതിൽ ബാധിക്കുകയാണ്. ഇനിയും ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ആ തരത്തിലുള്ള ഒരു പ്രതിഫലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വലിയ ആശങ്ക തുടരുന്നു. ഏതായാലും വലിയ തോതിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകളെ വിന്യസിച്ചിട്ടുണ്ട്. അഗ്നിശമന സേന എല്ലായിടത്തും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ഈ ശക്തമായ കാറ്റാണ് ഒരു പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ഈ ബോർദോ നഗരത്തിലേക്ക് തീ പടരുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അവിടെ അത് തടയാനൊക്കെയുള്ള അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് സ്പെയിനിൽ സാഹചര്യം അത്ര ശുഭകരമല്ല. ഫ്രാൻസിലും സ്പെയിനിലുമാണ് ഈ അഗ്നിബാധ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇത്രയധികം പ്രതിസന്ധിയിലൂടെ ഈ രാജ്യങ്ങൾ കടന്നുപോയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. യൂറോപ്പ് ഒട്ടാകെ കഠിനമായ ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ് ഈ കാട്ടുതീ വ്യാപകമായി പടർന്നു പിടിക്കുന്നത്. ലക്ഷക്കണക്കിന് ഹെക്ടർ വനഭൂമിയാണ് പൂർണ്ണമായും കത്തി നശിക്കപ്പെടുന്നത്. വരും വർഷങ്ങളിൽ ഈ രാജ്യങ്ങളിൽ കൂടുതൽ ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതിൻ്റെ സൂചനകൾ കൂടി കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും മറ്റും മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.